ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ തൻ്റെ മതജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സ്കൂളിൽ പോയിരുന്ന കാലത്ത് മതത്തെക്കുറിച്ച് എനിക്ക് ചില ധാരണകളുണ്ടായിരുന്നു. എന്നാൽ സർവകലാശാലയിൽ പോകാൻ തുടങ്ങിയപ്പോൾ രാഷ്ട്രീയവും മതവും എന്നെ വല്ലാതെ ആകർഷിച്ചു. അതൊരു നിമിഷ നേരത്തെ മാനസാന്തരമായിരുന്നില്ല, അതൊരു ആത്മീയ യാത്രയായിരുന്നു. ക്രിസ്തു ശിഷ്യനായി അറിയപ്പെടാതിരുന്ന ഒരാൾ ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നത് കണ്ട ശിഷ്യന്മാർ അതിൽ നിന്ന് വിലക്കിയ കാര്യമാണ് യോഹന്നാൻ ഈശോയോട് പറഞ്ഞത്. ഈശോ അവർ ചെയ്തതിനെ അനുമോദിച്ചു പറയുമെന്ന് യോഹന്നാൻ കരുതി കാണും. എന്നാൽ ഈശോയുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയം. ഇവിടുത്തെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് യോഹന്നാൻ എങ്ങനെയാണ് യേശു സ്നേഹിച്ച ഒരു ശിഷ്യനായി മാറിയത്. അന്ത്യവിരുന്നിന്റെ സമയത്ത് യേശുവിന്റെ വശസ്സിലേക്ക് ചാരിക്കിടന്ന യോഹന്നാൻ യേശുവിന്റെ ഇടുപ്പുകൾ അനുഭവിച്ചറിഞ്ഞു. അത് അയാളെ മാനസാന്തരപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഓരോ ആരാധനയിലും നമ്മൾ ചെയ്യുന്നത് ഇതാണ്. യേശുവിന്റെ വശസ്സിലേക്ക് ചാരിക്കിടന്ന് അവന്റെ ഹൃദയവിചാരങ്ങൾ അനുഭവിച്ചറിയുക. യേശു യോഹന്നാനോട് പറഞ്ഞു, അവനെ തടയണ്ട, നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സഭയ്ക്കും പുറത്തും നന്മയുണ്ടാകാമെന്നും അവരെ തടയുകയല്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. മാമോദീസ വെള്ളം തലയിൽ വീണവർക്ക് മാത്രമേ നന്മ ചെയ്യാൻ അറിയൂ എന്നൊന്നും വിചാരിക്കരുത്. ദൈവത്തിൻ്റെ മക്കളാണ് മറ്റു മതങ്ങളിലെ വിശ്വാസികളും. അതുകൊണ്ട് നന്മ ആരു ചെയ്താലും തടയാൻ പാടില്ല. വാസ്തവത്തിൽ നമ്മൾ തടയേണ്ടത് എന്താണ്? ദുഷ്പ്രേരണകൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ തടയേണ്ടത്. മാരകപാപം നമ്മെ നരകത്തിന് അർഹമാക്കും. പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുക. പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അവയവങ്ങളെ വെട്ടിക്കളയാൻ പോലും ഈശോ പറയുന്നുണ്ട്. ഇവിടെ അതിശയോക്തി കലർത്തിയാണ് ഈശോ സംസാരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാനല്ല, അതേസമയം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഗൗരവം വെളിപ്പെടുത്താനാണ് ഈശോ ഈ ഭാഷ ഇവിടെ ഉപയോഗിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് ഇപ്രകാരമാണ്: പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും അടുത്ത സ്നേഹിതരുമായുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നാണ് ശരീരത്തിലെ അവയവങ്ങൾ ഛേദിച്ചു കളയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധിയിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന ആരായാലും അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ നമ്മൾ മടിക്കരുത്, അതെത്ര വേദനാജനകമായാലും.